ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു മനുഷ്യനാണ് സു വെൻവു. അദ്ദേഹത്തിന് ദൈവത്തിന്റെ ശക്തി ലഭിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ രണ്ട് കൈകളിലുമുള്ള 10 റിങ്സ് ആണ്. 10 റിങ്സ് അദ്ദേഹത്തിന്റെ കൈവശം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും മരണമില്ല. അതായത് അദ്ദേഹം ഇമ്മോർട്ടൽ ആണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ 10 റിങ്സിന്റെ ശക്തി കൊണ്ട് ലോകത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്നാൽ അദ്ദേഹം അതിനു പകരം ചെയ്തത് തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിക്കുക എന്നതാണ്. തന്റെ പക്കൽ അത്രയും ശക്തിയുള്ളത് കൊണ്ട് തന്നെ വെൻവുവിനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. അദ്ദേഹം തന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ പല രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തമാക്കി. അതേപോലെ ലോകത്ത് എമ്പാടും അദ്ദേഹം തന്റെ സ്വന്തം സൈന്യത്തെ കെട്ടി ഉയർത്തുകയും ചെയ്തു. അവരെയൊക്കെ അത്രത്തോളം മികച്ച രീതിയിൽ പരിശീലിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായത് 1000 വർഷങ്ങൾക്ക് ശേഷമാണ്. വർഷം 1996. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനും സമ്പന്നനുമാണ് വെൻവു. എന്നാൽ അദ്ദേഹത്തിന്റെ ആർത്തി അവസാനിക്കുന്നില്ല. താലോ എന്ന മറ്റൊരു ഡയമെൻഷനിൽ സ്ഥിതി ചെയ്യുന്ന രഹസ്യ ഗ്രാമത്തെ കുറിച്ച് വെൻവു മനസ്സിലാക്കുകയാണ്. ആ ഗ്രാമത്തിൽ ഒരുപാട് രഹസ്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. അവിടെ ഒരുപാട് മിത്തിക്കൽ ക്രീച്ചേഴ്സും ജീവിച്ചിരിപ്പുണ്ട്. അതേപോലെ പുരാതനപരമായ മന്ത്രങ്ങളും ആ ഗ്രാമത്തിൽ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് ആ ഗ്രാമത്തിലുള്ളത് തന്റെ കയ്യിലുള്ള 10 റിങ്സിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ളതാണ് എന്ന് വെൻവുക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം താലോ എന്ന ഗ്രാമം കൈക്കലാക്കുക അഥവാ വെട്ടിപ്പിടിച്ച് തന്റെ സ്വന്തം ആക്കുക എന്നതാണ്. അങ്ങനെ തന്റെ ആളുകളെ കൂട്ടി ടാലോ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് വെൻവു യാത്ര പുറപ്പെട്ടു. അവിടത്തേക്കുള്ള വഴി കൃത്യമായി വെൻവു മാപ്പിൽ നോക്കി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ അവര് കാട്ടിലേക്കൂടി യാത്ര ചെയ്യുമ്പോൾ കാട് അവരുടെ അടുത്തേക്ക് ക്ലോസ് ആവാനായി തുടങ്ങി. അതായത് കാട് അവരെ തിന്നാനായി വരികയാണ്. അങ്ങനെ അവരുടെ കാറ് ക്രാഷ് ആവുകയാണ്. പക്ഷേ വെൻവു തന്റെ കയ്യിലുള്ള 10 റിങ്സിന്റെ പവറിൽ മരണപ്പെടാതെ രക്ഷപ്പെട്ടു. മാപ്പിൽ താൻ നോക്കി മനസ്സിലാക്കിയ സ്ഥലത്തേക്ക് വെൻവു നടന്നു ചെല്ലുകയാണ്. എന്നാൽ ടാലോ എന്ന ഗ്രാമത്തിലെ ഗാർഡിയന് യിങ് ലീ എന്ന സുന്ദരിയായ ഈ സ്ത്രീയാണ്. ടാലോ ഗ്രാമത്തിലേക്കുള്ള എൻട്രൻസ് ഏതാണ് എന്ന് ലീയോട് വെൻവു ചോദിച്ചപ്പോൾ അതിന് തനിക്ക് അവിടെ പ്രവേശിക്കാൻ അനുമതി ഇല്ല എന്ന് ലീ പറയുകയാണ്. അപ്പോൾ അഹങ്കാരത്തോടെ പുള്ളിക്കാരിയോട് വെൻവു പറയാണ്, ഞാൻ ആരാണ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ആരാണ് എന്ന് മനസ്സിലായെങ്കിൽ താൻ എന്റെ മുന്നിൽ നിൽക്കാൻ പോലും ധൈര്യപ്പെടില്ല. നീ ആരായാലും എനിക്ക് നിന്നെ പേടിയില്ല. ഞാൻ നിന്നെ ഉപദ്രവിക്കണ്ടെങ്കിൽ മര്യാദക്ക് വന്ന വഴി തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് വെൻവുവിനോട് ലീ പറയുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ തന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ വെൻവുക്ക് നല്ല ദേഷ്യം വന്നു. അങ്ങനെയാണെങ്കിൽ അവളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ അവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഈ ഫൈറ്റിലും ദൈവത്തിന്റെ ശക്തിയുള്ള വെൻവുവിനെ വളരെ നിസ്സാരമായിട്ട് തന്നെ ലീ എന്ന സ്ത്രീ വീഴ്ത്തുന്നുണ്ട്. പക്ഷെ വെൻവു ഇവിടെ വീണത് പുള്ളിക്കാരുടെ ഫൈറ്റിൽ മാത്രമല്ല, പുള്ളിക്കാരുടെ സൗന്ദര്യത്തിലുമാണ്. അതായത് 1000-ലധികം വർഷമായി വെൻവു ഭൂമിയിൽ ജീവിക്കുന്നു. എന്നാൽ അത്രത്തോളം വർഷമായിട്ടും ഒരു സ്ത്രീയോട് പോലും തോന്നാത്ത ഇഷ്ടം ലീ എന്ന സ്ത്രീയോട് വെൻവുക്ക് തോന്നുകയാണ്. അതേപോലെ വെൻവുവിനെയും ലീ എന്ന സ്ത്രീ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് അവര് രണ്ടുപേരും ഇഷ്ടത്തിലായി. അങ്ങനെയാണ് ഞാൻ നിന്റെ അച്ഛനെ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ കഥയൊക്കെ നമ്മുടെ കഥാനായകനായ ഷാങ് ചിക്ക് അമ്മ ലീ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് വെൻവുവിന്റെയും ലീയുടെയും മകനാണ് നമ്മുടെ കഥാനായകനായ ഷാങ് ചി. അമ്മേ, അച്ഛൻ അത്രത്തോളം ശക്തി ഉണ്ടായിട്ടും അമ്മ എങ്ങനെയാണ് അച്ഛനെ പരാജയപ്പെടുത്തിയത്? അപ്പോൾ ലീ പറയാണ്, നമ്മുടെ ഗ്രാമം ഡ്രാഗണിന്റെ പ്രൊട്ടക്ഷനിലാണ്. ആ ഡ്രാഗണിന്റെ കാവൽ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതൊന്നും ഞാൻ ഇപ്പോൾ മോനോട് പറഞ്ഞു തന്നാൽ മോന് മനസ്സിലാവത്തില്ല. മോന് വളർന്നു വലുതാവുമ്പോൾ ഒരു നാൾ വരും. അന്ന് മോൻ അമ്മ എന്താണ് പറഞ്ഞത് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാവും. എന്തെങ്കിലും മോന് വഴിതെറ്റി എന്ന് തോന്നുകയാണെങ്കിൽ അതിനു വേണ്ടിയാണ് അമ്മ മോന്റെ കഴുത്തിൽ ഈ മാല ധരിപ്പിക്കുന്നത്. യാതൊരു കാരണവശാലും ഈ മാല മോന് അയക്കാൻ പാടില്ല. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഷാങ് ചി ഇപ്പോൾ വളർന്നു വലിയ ആളായി. അദ്ദേഹം ചൈനയിലല്ല, അമേരിക്കയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഷാങ് ചി എന്നല്ല, ഷോൺ എന്നാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഷോൺ തന്റെ ടേബിളിൽ ഒരു പോസ്റ്റ് കാർഡ് കാണുകയാണ്. അതിൽ ചൈനയിലെ ഒരു സ്ഥലത്തെ അഡ്രസ് ഉണ്ട്. ഷോൺ എന്നാൽ അത് കാര്യമാക്കിയിട്ടില്ല. അദ്ദേഹം ജോലിക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്നിട്ട് ഒരു അടിപൊളി BMW M8 കോമ്പറ്റീഷൻ കാറിൽ ഒരു മാസ് എൻട്രി. ആരുടെ എൻട്രി? ഏതോ ഒരു കോടീശ്വരന്റെ. നമ്മുടെ ഷോൺ കോടീശ്വരനൊന്നുമല്ല, ഒരു ഹോട്ടലിൽ വാലറ്റ് പാർക്കിങ്ങിലാണ് ജോലി ചെയ്യുന്നത്. ആ പണക്കാരന് BMW കാർ പാർക്ക് ചെയ്യാനായി താക്കോല് ഷോണിന് കൊടുത്തു. അദ്ദേഹം പോയതിനു ശേഷം ഷോണിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ കാറ്റി കീ തട്ടിയെടുക്കുകയും BMW കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ചാടി കയറി ഇരിക്കുകയും ചെയ്തു. ഷോൺ, എന്താ നീ നോക്കി നിൽക്കുന്നേ? അങ്ങനെ ഹോട്ടലിന് പുറത്തു വരാൻ സമയമെടുക്കും. അതുവരെ നമുക്ക് ഈ കാറിൽ അടിച്ചു പൊളിക്കാം. കാറ്റി, മര്യാദക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ കാറ് പാർക്ക് ചെയ്തോളാം. ഈ വണ്ടിക്ക് എന്തെങ്കിലും ആയാലും നമ്മൾ കാലാകാലം ജോലി ചെയ്താലും അത് നമ്മളെ കൊണ്ട് വീട്ടാൻ കഴിയത്തില്ല. പ്ലീസ്, ഒറ്റൊരു റൗണ്ട്. ഈ വണ്ടി ഓടിക്കാൻ കൊതിയായിട്ടാണ്. ഞാൻ ഉറപ്പായും മെല്ലെ ഓടിക്കത്തുള്ളൂ എന്നൊക്കെ കാറ്റി ഷോണിനോട് പറയുകയാണ്. അങ്ങനെ ആരുടെയോ ആ BMW കാറിൽ പറപ്പിച്ച് വിടുകയാണ്.
പാസഞ്ചർ സീറ്റിൽ ഷോൺ പേടിച്ച് ഇരിക്കുന്നത് കാണാം. കാറ്റി നല്ല സ്കില്ലുള്ള ഒരു ഡ്രൈവർ തന്നെയാണ്. ഇനി ഇവര് രണ്ടുപേരും വർഷങ്ങളായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എന്നാൽ രണ്ടുപേരും ജീവിതം കുട്ടിക്കളിയായിട്ടാണ് കാണുന്നത്. രണ്ടുപേരും കോളേജിൽ നിന്ന് നല്ലൊരു ഡിഗ്രി സ്വന്തമാക്കി പാസ്സായവരാണ്. ഷോണിനാണെങ്കിൽ നല്ല സ്കില്ലുമുണ്ട്, 3-4 ഭാഷ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും അറിയാം. എന്നാൽ അതിന് തക്കതായ ജോലിക്കൊന്നും അവര് രണ്ടുപേരും ശ്രമിക്കുന്നില്ല. അവരിങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത് വാലറ്റ് പാർക്കിങ്ങിൽ ജോലി ചെയ്ത് മറ്റുള്ളവരുടെ ആഡംബര കാർ ഓടിച്ച് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ്. ഇതാണ് കാറ്റിയുടെ അമ്മ. പുള്ളിക്കാരി കാറ്റിയെ കുറിച്ച് ആലോചിച്ച് എന്നും ടെൻഷനിലാണ്. കാരണം നല്ലൊരു ജോലിക്കൊന്നും കാറ്റി ട്രൈ ചെയ്യാത്തത് കൊണ്ട്. നീ ഒറ്റൊരുത്തൻ കാരണമാണ് അവൾ ഇങ്ങനെ വഴിതെറ്റി പോയത് എന്നൊക്കെ കാറ്റിയുടെ അമ്മ ഷോണിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്ന സമയം കാറ്റിയുടെ അമ്മ കാറ്റിയോട് പറയാണ്, നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കാർ പാർക്ക് ചെയ്ത് ജീവിതം കളഞ്ഞോ? അങ്ങനെ ഒരു ലോഡ് പുച്ഛം താങ്ങാനാവാതെ കാറ്റി ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. പുള്ളിക്കാരിയുടെ പിന്നാലെ ഷോണും പോവുകയാണ്. അപ്പോൾ കാറ്റിയുടെ മുത്തശ്ശി ഷോണിനോട് ചോദിക്കാണ്, മോനെ നീ എന്നാണ് ഇവളെ കല്യാണം കഴിക്കുക എന്ന്. മുത്തശ്ശി, ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള ബന്ധമൊന്നുമില്ല, നമ്മൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് ഷോൺ മുത്തശ്ശിയോട് പറയുകയാണ്. അങ്ങനെ അവര് ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഈ സമയം ഒരാൾ ഷോണിന്റെ അടുത്ത് വന്ന് ഷോണിന്റെ കഴുത്തിലുള്ള മാല തരാനായി പറയുകയാണ്. എന്നാൽ ചെറുപ്പത്തിൽ തന്റെ അമ്മ നൽകിയ മാല കൊടുക്കാൻ ഷോൺ തയ്യാറല്ല. അപ്പോൾ 1-2 ആൾക്കാർ വന്ന് ഷോണിനെ പിടിച്ചു വെച്ചു. താങ്കൾ ആരാണ്? താങ്കൾക്ക് ആള് മാറിപ്പോയതാണ് എന്നൊക്കെ കാറ്റി അവന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ കാറ്റിയെ തള്ളി മാറ്റി. ഇത് കണ്ട് ദേഷ്യം പിടിച്ച ഷോൺ അവനെ ഒറ്റയിടിയിൽ ദൂരേക്ക് തെറിപ്പിച്ചു. ഇത് കണ്ട് കാറ്റി ശരിക്കും ഷോക്കായി. അതിനുശേഷം ഒരു അടിപൊളി ഫൈറ്റ് സീനാണ്. അതായത് ഷോൺ ഹൈലി ട്രെയിൻഡ്, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ബസ്സിൽ നിന്ന് ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഒരുത്തൻ ഇതൊക്കെ ഫേസ്ബുക്കിലെ കൂടി ലൈവ് പോകുന്നുണ്ട്. അവരെയൊക്കെ പരാജയപ്പെടുത്തിയ ഷോണിന്റെ അടുത്തേക്ക് മറ്റൊരുത്തൻ വന്നു. അവൻ ജാക്കറ്റ് അയച്ചു. അവൻ ആകെ ഒരു കൈ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഇല്ലാത്ത കൈയിൽ നിന്ന് വളരെയധികം മൂർച്ചയുള്ള ഒരു വാള് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവന്റെ പേരാണ് റേസർ ഫിസ്റ്റ്. റേസർ ഫിസ്റ്റ് ഷോണിനെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ ഫൈറ്റിൽ ബസ് ഡ്രൈവറിനൊക്കെ പരിക്കേൽക്കുന്നുണ്ട്. അങ്ങനെ ബസ് കൺട്രോൾ വിട്ടു പോവുകയാണ്. അപ്പോൾ കാറ്റി ബസിന്റെ കൺട്രോൾ തന്റെ കയ്യിലെടുത്തു. എന്നാൽ ആദ്യമായിട്ട് ബസ് ഓടിക്കുന്ന കാറ്റിക്ക് എങ്ങനെയാണ് ഒരു ബസ് നിയന്ത്രിക്കേണ്ടത് എന്നൊന്നും അറിയത്തില്ല. ഫൈറ്റ് നടക്കുന്ന സമയത്ത് റേസർ ഫിസ്റ്റ് ഷോണിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയാണ്, നിന്റെ സഹോദരി എവിടെയാണുള്ളത് എന്ന് ഞങ്ങൾ കണ്ടെത്തി. നിന്നെ കൊന്നു കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ അവളെയാണ് കൊല്ലാനായി പോകുന്നത്. എന്തായാലും തന്റെ മാല മോഷ്ടിച്ച് തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നവരൊക്കെ ഷോൺ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ബസിന്റെ വെളിയിലേക്ക് കളയുന്നുണ്ട്. ഫൈനലി കാറ്റി ബസ് ക്രാഷ് ചെയ്ത് നിർത്തുകയാണ്. ഷോണ് തന്റെ കഴുത്തിൽ നോക്കിയപ്പോൾ മാല കാണുന്നില്ല. അതായത് അവന്മാര് ഫൈറ്റ് ചെയ്യുമ്പോൾ ഷോണിന്റെ കഴുത്തിലെ മാല കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതല്ല ഷോണിന്റെ ഇപ്പോഴത്തെ ടെൻഷൻ. തന്റെ സഹോദരിയുടെ ജീവൻ അപകടത്തിലാണ്, അവളെ രക്ഷിക്കണം. എന്താണ് നടന്നത്, നീ ആരാണ് എന്നൊക്കെ ദേഷ്യത്തോടെയും കൺഫ്യൂഷനോടുകൂടിയും കാറ്റി ഷോണിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒന്നും പറയാനുള്ള സമയമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ചൈനയിലേക്ക് പോകണം, എന്റെ സഹോദരി അപകടത്തിലാണ്. എന്ത് സഹോദരിയോ? നിനക്ക് കുടുംബക്കാരാരുമില്ല എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പോൾ എവിടുന്നാണ് നിനക്ക് സഹോദരിയൊക്കെ വന്നത്? അപ്പോൾ അതൊക്കെ ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്. ഇന്ന് എന്നെ കൊല്ലാനായി വന്ന ആൾക്കാരെ അയച്ചത് വേറെ ആരുമല്ല, എന്റെ സ്വന്തം അച്ഛനാണ് എന്നും ഷോൺ കാറ്റിയോട് പറഞ്ഞപ്പോൾ കാറ്റി ശരിക്കും ഷോക്കായി. അതെ, എന്റെ സ്വന്തം അച്ഛൻ തന്നെ. അച്ഛൻ ഇനി എന്റെ സഹോദരിയെ കൊല്ലാനാണ് ആളുകളെ വിടുന്നത്. അതിനു മുന്നേ ആയിട്ട് അവളെ എനിക്ക് രക്ഷിക്കണം. അപ്പോൾ ഞാനും നിന്റെ കൂടെ ചൈനയിലേക്ക് വരുന്നു എന്ന് കാറ്റി വാശി പിടിച്ചു പറഞ്ഞു. അങ്ങനെ അവർ ചൈനയിലേക്ക് പുറപ്പെട്ടു. ഫ്ലൈറ്റിൽ വെച്ച് തന്റെ പാസ്റ്റ് ഒക്കെ ഷോൺ കാറ്റിയോട് പറയുകയാണ്. എന്റെ അമ്മയുടെ മരണത്തിന് ശേഷം എന്റെ അച്ഛൻ എന്നെ പരിശീലിപ്പിക്കാനായി ആരംഭിച്ചു. ഏത് അപകടകാരിയായ മനുഷ്യരെയും കൊല്ലാനുള്ള വിദ്യകൾ ഞാൻ പഠിച്ചെടുത്തു. രാവും പകലുമില്ലാതെ ഞാൻ ട്രെയിൻ ചെയ്തു. എന്നാൽ എന്റെ 14-ാം വയസ്സിൽ അച്ഛൻ എനിക്ക് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അസൈൻമെന്റ് തന്നു. അത് ഒരാളെ കൊല്ലാൻ വേണ്ടിയാണ്. അങ്ങനെ ആ കൊലപാതകം ചെയ്യാനായി ഞാൻ അച്ഛന്റെ സ്ഥലത്തുനിന്ന് പുറപ്പെട്ടതാണ്. പക്ഷെ പിന്നീട് ഞാൻ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോയിട്ടില്ല. ഞാൻ അമേരിക്കയിലെത്തി. അതേപോലെ നിന്നോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്റെ യഥാർത്ഥ പേര് ഷോൺ എന്നല്ല, ഷാങ് ചി എന്നാണ്. അങ്ങനെ അവര് രണ്ടുപേരും ചൈനയിലെത്തി. പോസ്റ്റ് കാർഡിൽ കണ്ട ആ ലൊക്കേഷനിലേക്ക് അവര് പുറപ്പെട്ടു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരാൾ അവരെ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് ലിഫ്റ്റിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഷാങ് ഷിയോട് ഐപാഡിൽ ഒപ്പിടാനായി പറഞ്ഞു. ഇത് എന്താണ് എന്ന് പോലും വായിക്കാതെ ഷാങ് ഷി ഒപ്പിട്ട് കൊടുത്തു. ഷാങ് ഷി അദ്ദേഹത്തോട് പറയാണ്, ആക്ച്വലി ഞാൻ എന്റെ സഹോദരി സിയാലിങ്ങിനെ അന്വേഷിച്ചിട്ടാണ് ഇവിടെ വന്നത്. എന്നാൽ അദ്ദേഹം ഷാങ് ഷിയെ മൈൻഡ്
മൈൻഡ് ചെയ്യുന്നില്ല. അതായത് ഷാങ്ഷിയുടെ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുന്നില്ല. അവരവിടെ എത്തിയപ്പോൾ തന്നെ അവരെ വെൽക്കം ചെയ്യാനായി ജോൺസ് എന്ന ഒരുത്തന് വന്നു. ജോൺസ് അവരെ രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. താങ്കളുടെ ബസ്സിലെ ഫൈറ്റ് ഒക്കെ ഞാൻ കണ്ടിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. അതേപോലെ ജോൺസ് കാറ്റിയോട് പറയാണ്, താങ്കളാണല്ലേ ബസ് കൺട്രോൾ ചെയ്തത്, താങ്കൾ ഒരു ഗംഭീര ഡ്രൈവർ തന്നെയാണ്. വെയിറ്റ് ഇതൊക്കെ താൻ എവിടുന്നാണ് അറിഞ്ഞത് എന്ന് ഷോൺ ജോൺസിനോട് ചോദിച്ചപ്പോൾ ജോൺസ് പറയാണ്, നിങ്ങൾ ഇന്റർനെറ്റിൽ ഒട്ടാകെ വൈറലല്ലേ, നിങ്ങളുടെ വീഡിയോസ് ഇന്റർനെറ്റിൽ മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. സോ ഈ സ്ഥലത്തിന്റെ പേരാണ് ഗോൾഡൻ ഡാഗേഴ്സ് ക്ലബ്ബ്. അവിടെ ഒരുപാട് ഫൈറ്റ്സ് ആണ് നടക്കുന്നത്. ഫൈറ്റ്സ് നടക്കുന്ന സമയം മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ബെറ്റും അവിടെ നടക്കുന്നുണ്ട്. താങ്കൾ ഫൈറ്റ് ചെയ്യാൻ റെഡി അല്ലേ എന്ന് ജോൺസ് ഷാങ്ഷിനോട് ചോദിച്ചപ്പോൾ, എന്ത് ഫൈറ്റ് ചെയ്യാനോ, ഞാൻ അതിന് ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വന്നതല്ല, എന്റെ സഹോദരി സിയാലിങ്ങിനെ അന്വേഷിച്ച് വന്നതാണ്. സിയാലിങ്ങോ, അതാരാണ്? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്നായിരുന്നു ജോൺസിന്റെ മറുപടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് എന്ന് ഷാങ്ഷി പറഞ്ഞപ്പോൾ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓൾറെഡി താങ്കൾ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചില്ലേ. അതായത് ലിഫ്റ്റിൽ നിന്ന് ഷാങ്ഷി ഒപ്പിട്ടത് ഫൈറ്റിന്റെ കോൺട്രാക്റ്റിലാണ്. അവിടെ ഒരുപാട് ഫൈറ്റേഴ്സ് ക്രൂരമായി ഫൈറ്റ് ചെയ്യുമ്പോൾ ജോൺസിനോട് കാറ്റി ചോദിച്ചു, ഇവന്മാരുടെ കൂടെയാണോ ഷാങ്ഷി ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന്. ഇവന്മാരൊന്നുമല്ല, ഇതൊക്കെ ബിഗിനേഴ്സ് ആണ്. ദാ ആ കാണുന്ന സ്റ്റേജിലാണ് പ്രോ ഫൈറ്റേഴ്സ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ മോൺസ്റ്റർ ആണ് ഫൈറ്റ് ചെയ്യുന്നത്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഷാങ്ഷിന്റെ കിളിവാറി. പേടിക്കേണ്ട, ആ മോൺസ്റ്റർ ഒന്നും ആയിരിക്കത്തില്ല, താങ്കളുടെ കൂടെ ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ ജോൺസ് ഷാങ്ഷിനോട് പറഞ്ഞു. അതേപോലെ താങ്കൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താങ്കൾ ആരെയാണോ അന്വേഷിക്കുന്നത് അവരെ കണ്ടെത്താൻ ഞാനും താങ്കളെ സഹായിക്കാം. അങ്ങനെ വേറെ വഴിയില്ലാതെ റിങ്ങിലേക്ക് ഫൈറ്റ് ചെയ്യാനായി ഷാങ്ഷി കയറുകയാണ്. ഇനിയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അവിടെ ഷാങ്ഷിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ എത്തിയ എതിരാളി വേറെ ആരുമല്ല, ഷാങ്ഷിന്റെ സ്വന്തം സഹോദരിയായ സിയാലിംഗ് ആണ്. പുള്ളിക്കാരുടെ കഴുത്തിലും അമ്മ അതേ മാല ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സിയാലിംഗ് ആണെങ്കിൽ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. പ്ലീസ്, ഞാൻ പറഞ്ഞത് കേൾക്ക്, ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് എന്നൊക്കെ ഷാങ്ഷി പറയുന്നുണ്ടെങ്കിലും സഹോദരി തന്റെ സഹോദരനോടുള്ള ദേഷ്യം കാരണം ദേഷ്യം തീരുന്നത് വരെ തല്ലുകയാണ്. അവസാനം ഷാങ്ഷി പുള്ളിക്കാരോട് പറയാണ്, അച്ഛൻ നമ്മളെ തേടി വരുന്നുണ്ട്, നീ തിരിച്ച് ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഫൈറ്റ് പാതി വഴിയിൽ അവസാനിപ്പിച്ചിട്ട് സിയാലിംഗ് ഇറങ്ങി പോകുമ്പോൾ പുള്ളിക്കാരി പഴയ കാര്യം ആലോചിച്ചു. അതായത് അവസാനമായി സിയാലിംഗ് ഷാങ്ഷിയെ കണ്ട ദിവസം. അമ്മയുടെ മരണത്തിന് ശേഷം രണ്ടുപേരും നല്ല സങ്കടത്തിലാണ്. അപ്പോൾ സിയാലിംഗിനെ ഷാങ്ഷി സമാധാനിപ്പിച്ചു. അച്ഛൻ നൽകിയ ജോലി ചെയ്യാനായി ഷാങ്ഷി പോകുമ്പോൾ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോകല്ലേ എന്ന് സിയാലിംഗ് ഷാങ്ഷിയോട് പറയുന്നുണ്ട്. ഞാൻ 3 ദിവസം കൊണ്ട് മടങ്ങിയെത്തും എന്ന് പുള്ളിക്കാരിക്ക് വാക്ക് നൽകിയിട്ടാണ് ഷാങ്ഷി ഇറങ്ങിപ്പോയത്. പക്ഷെ അതിനുശേഷം ഷാങ്ഷി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഫൈറ്റ് പാതി വഴിയിൽ അവസാനിപ്പിച്ചിട്ട് പോകാനിരുന്ന സിയാലിംഗ് ഇത് ആലോചിച്ചപ്പോൾ കൂടുതൽ ദേഷ്യം വരികയും ഒറ്റക്കിക്കില് ഷാങ്ഷിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഫൈറ്റ് കഴിഞ്ഞതിനു ശേഷം സിയാലിംഗിനോട് ഷാങ്ഷി ചോദിക്കാണ്, ഈ സ്ഥലം നീയാണോ നോക്കി നടത്തുന്നത് എന്ന്. അല്ല, ഞാനാണ് ഉടമ എന്ന് പുള്ളിക്കാരി മറുപടി കൊടുത്തു. കാറ്റി ഷാങ്ഷിയുടെ സഹോദരിയെ പരിചയപ്പെട്ടു. ഷാങ്ഷി അപകടത്തെക്കുറിച്ച് പറയുകയാണ്. അതായത് അച്ഛന്റെ ആൾക്കാർ എന്റെ മാല കൊണ്ടുപോയി, അവര് നിന്റേത് കൊണ്ടുപോകാനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ സിയാലിംഗ് പറയാണ്, നീ എന്നോട് പറഞ്ഞത് 3 ദിവസത്തിനുള്ളിൽ മടങ്ങി വരുമെന്നാണ്. ആ 3 ദിവസം ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി. ഞാൻ അച്ഛന്റെ സ്ഥലത്തുനിന്ന് വിട്ടിറങ്ങിയതിനു ശേഷം ഈ കാണുന്നതൊക്കെ ഒറ്റക്ക് കെട്ടി ഉയർത്തിയതാണ്, ആരുടെയും സഹായമില്ലാതെ. എനിക്ക് നിന്റെ സഹായം ഇപ്പോൾ വേണ്ട. പിന്നെ നീ എന്തിനാണ് എനിക്ക് പോസ്റ്റ് കാർഡ് അയച്ചത് എന്ന് ഷാങ്ഷി ചോദിച്ചു. അപ്പോൾ ആ പോസ്റ്റ് കാർഡ് കണ്ട സിയാലിംഗ് പറയാണ്, ഇത് ഞാനല്ല അയച്ചത്. അപ്പോൾ തന്നെ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഇതിൽ എന്തോ ചതിയുണ്ട് എന്ന്. അതേസമയം അവരുടെ അച്ഛന്റെ ആൾക്കാർ അവരെ അറ്റാക്ക് ചെയ്യാനായി അവിടെ എത്തി. അവിടുത്തെ ഗ്ലാസ് തകർത്തിട്ട് അതിലെ കൂടി രക്ഷപ്പെടാനാണ് ഷാങ്ഷിയും കാറ്റിയും പോകുന്നത്. പക്ഷെ അവിടെ ഫൈറ്റേഴ്സ് എത്തുകയാണ്. അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഫൈറ്റ് ആണ്. അവിടെ വെച്ച് കാറ്റി താഴേക്ക് വീഴാനായി പോവുകയാണ്. ഷാങ്ഷി കാറ്റിയെ രക്ഷിക്കാനായി ഓടി ചെന്നെങ്കിലും അപ്പോഴേക്കും കാറ്റി താഴേക്ക് വീണ് മരണപ്പെടാനായി പോവുകയാണ്. എന്നാൽ നമ്മുടെ സിയാലിംഗ് അവിടെ എത്തി കാറ്റിയെ രക്ഷിക്കുകയാണ്. അങ്ങനെ അവിടെ വന്ന അവരുടെ അച്ഛന്റെ ഫൈറ്റേഴ്സിനെയൊക്കെ സിയാലിംഗും ഷാങ്ഷിയും പരാജയപ്പെടുത്തി. എന്നാൽ അവിടെ ആ മാസ്റ്റർ അഥവാ ഡെത്ത് ഡീലർ എത്തുകയാണ്. അങ്ങനെ സിയാലിംഗിന്റെ കഴുത്തിലെ മാല പൊട്ടിച്ച് സ്ഥലം വിട്ടു. അപ്പോൾ ഡെത്ത് ഡീലറിനെ പിടിക്കാനായി ഷാങ്ഷി പിന്നാലെ പോവുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് അവസാനം തന്റെ കയ്യിൽ കിട്ടിയ കത്തി വെച്ച് ഡെത്ത് ഡീലറിനെ കൊല്ലാനായി ഷാങ്ഷി പോകുമ്പോൾ ഷാങ്ഷിക്ക് പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അതായത് ചെറുപ്പത്തിൽ ഡെത്ത് ഡീലറാണ് തന്നെ പരിശീലിപ്പിച്ച മാസ്റ്റർ. ഈ സമയം അവിടെ വെൻവു, അതായത് അവരുടെ അച്ഛൻ വന്നു. എനിക്കറിയാമായിരുന്നു എന്റെ ആളുകൾക്ക് നിന്നെ കൊല്ലാൻ സാധിക്കില്ല എന്ന്. മോനെ, എനിക്ക് മോനെ ഒരുപാട് മിസ്സായിട്ടുണ്ട്, വാ നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോകാം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഷാങ്ഷിയും സിയാലിംഗും അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ഷാങ്ഷിയുടെ അച്ഛന്റെ സൈന്യത്തെ കണ്ട് കാറ്റി ശരിക്കും ഷോക്കായി. അത്രയും പവർഫുൾ ആയിട്ടുള്ള സൈന്യമാണ് വെൻവുക്കുള്ളത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ ഈ സ്ഥലത്ത് സ്ത്രീകൾ ട്രെയിൻ ചെയ്യുന്നതൊന്നും തന്നെ കാറ്റി കാണുന്നില്ല. അപ്പോൾ കാറ്റിക്ക് സംശയമായി, സിയാലിംഗ് എവിടെ
നിന്നാണ് മാർഷ്യൽ ആർട്സ് പഠിച്ചത് എന്ന്. അത് മുറിയിൽ വെച്ച് സിയാലിങ്ങിനോട് തന്നെ കാറ്റി ചോദിച്ചു. അപ്പോൾ സിയാലിങ് പറയാണ്, ആൺകുട്ടികളുടെ കൂടെ പരിശീലിക്കാൻ എനിക്ക് അനുവാദമില്ലായിരുന്നു. എന്നാൽ ഞാൻ അവര് പഠിക്കുമ്പോൾ എല്ലാം ഒളിച്ചിരുന്ന് കണ്ടു പഠിച്ചു. ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ മാർഷ്യൽ ആർട്സ് പഠിച്ചെടുത്തത്. എന്റെ 16-ാം വയസ്സിലാണ് എന്റെ സഹോദരൻ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഞാനും ഈ സ്ഥലം വിട്ട് ഒളിച്ചോടിയത്. ഷാങ്ചി താൻ പണ്ട് ട്രെയിൻ ചെയ്യുന്ന സ്ഥലം കണ്ടപ്പോൾ പഴയ ഒരു കാര്യം ഓർമ്മ വന്നു. ഒരു രാത്രി ഷാങ്ചി ഉറങ്ങാതെ അതികഠിനമായിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. കയ്യിൽ നിന്നൊക്കെ രക്തം വരുന്നുമുണ്ട്. അപ്പോൾ അച്ഛൻ ഷാങ്ചിയുടെ അടുത്ത് വന്ന് ട്രെയിനിങ് അവസാനിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഷാങ്ചിയുടെ കയ്യിലെ മുറിവിൽ അച്ഛൻ മരുന്ന് വെച്ചു കൊടുത്തു. ഈ സമയം അദ്ദേഹം തന്റെ മകനോട് പറയാണ്, എന്റെ കൈകളിലുള്ള 10 റിങ്സ് എനിക്ക് നിനക്കാണ് കൈമാറേണ്ടത്. എന്നാൽ അതിന് നീ ഡിസേർവിംഗ് ആണ്. നീ ശക്തനാണ് എന്ന് നീ എന്നെ തെളിയിക്കണം. അപ്പോൾ അതിനുശേഷമാണ് ഷാങ്ചി അത്രയും ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യാൻ ആരംഭിച്ചത്. രാത്രി അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഷാങ്ചി അച്ഛനോട് ചോദിക്കാണ്, അച്ഛന് എങ്ങനെയാണ് എന്നെ കണ്ടെത്തിയത് എന്ന്. അപ്പോൾ അച്ഛൻ പറയാണ്, എന്റെ മക്കൾ എവിടെയാണുള്ളത് എന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. എന്നാൽ നിങ്ങളെ ഞാൻ ഒറ്റക്ക് ജീവിക്കാൻ അനുവദിച്ചു. നിങ്ങളെ ശല്യം ചെയ്യാൻ ഞാൻ വന്നിട്ടില്ല. സോ ഗൈസ്, ഇനി നമ്മൾക്ക് വീണ്ടും പാസ്റ്റിലേക്ക് പോകാം. വെൻവുവും ലിയും ഇഷ്ടത്തിലായതിനു ശേഷം എന്താണ് സംഭവിച്ചത്? ടാലോ എന്ന ലിയുടെ ഗ്രാമത്തിലെ ആൾക്കാർ വെൻവുവിനെ ലിയുടെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ ലി ആ ഗ്രാമം വിട്ട് വെൻവുവിന്റെ കൂടെ ഇറങ്ങി ചെല്ലുകയാണ്. വെൻവു ആണെങ്കിൽ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദ 10 റിങ്സ് ഒരു പെട്ടിയിൽ അടച്ചു പൂട്ടിവെച്ചു. ഒരു സാധാരണ ശക്തിയൊന്നുമില്ലാത്ത മനുഷ്യനായിട്ട് ജീവിക്കാൻ. അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു. അവർക്ക് 2 മക്കളും ജനിച്ചു. പക്ഷെ ലിയുടെ മരണത്തിന് ശേഷം വെൻവുക്ക് ആ സങ്കടം താങ്ങാൻ സാധിച്ചിട്ടില്ല. വെൻവു ഇപ്പോഴും വിശ്വസിക്കുന്നത് ലീ മരിച്ചിട്ടില്ല എന്നാണ്. ടാലോ ഗ്രാമത്തിലെ ജനങ്ങൾ ലിയെ രഹസ്യമായിട്ട് ഗേറ്റിന്റെ അകത്ത് ലോക്ക് ചെയ്തിട്ടാണുള്ളത് എന്ന് വെൻവു അവരോട് പറയുന്നുണ്ട്. ഞാൻ ഒരു റിസർച്ച് ചെയ്യാൻ കസേരയിൽ ഇരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അമ്മയുടെ ശബ്ദം ഞാൻ കേട്ടു. അവൾ എന്നോട് അവളെ രക്ഷിക്കാനാണ് പറയുന്നത്. അച്ഛാ, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥമെന്ന് ഷാങ്ചി ചോദിച്ചപ്പോൾ വെൻവു പറയാണ്, ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം അവൾക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു കുടുംബമായി ടാലോ ഗ്രാമത്തിൽ താമസിക്കാൻ. എന്നാൽ അവിടുത്തെ ആളുകൾ സമ്മതിച്ചിട്ടില്ല. ഇന്ന് അതേ ആളുകൾ തന്നെയാണ് എന്റെ ഭാര്യ അവിടെ തടവിലാക്കിയിട്ടുള്ളത്. ഗ്രാമത്തിലെ ജനങ്ങളിൽ നിന്ന് അവളെ രക്ഷിക്കാൻ അവൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥയൊക്കെ കേട്ട് ഷാങ്ചി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. അച്ഛാ, അമ്മ നമ്മളെ വിട്ട് എന്നേക്കുമായി ഈ ലോകം വിട്ടുപോയി. അമ്മ മരണപ്പെട്ടു. ഇനി ഒരിക്കലും അമ്മക്ക് തിരിച്ചു വരാൻ കഴിയത്തില്ല. അച്ഛനെ പോലെ മരണമില്ലാത്ത ഒരു മനുഷ്യനല്ല എന്റെ അമ്മ. അതേപോലെ അമ്മയുടെ ശബ്ദം അച്ഛൻ കേൾക്കുന്നതൊക്കെ വെറും ഒരു തോന്നൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണിത്? അപ്പോൾ ഷാങ്ചിയുടെയും സിയാലിങ്ങിന്റെയും കഴുത്തിലുണ്ടായ മാലകൾ അവിടെയുള്ള ഒരു ഡ്രാഗണിന്റെ പ്രതിമയിൽ 2 കണ്ണുകളിലായിട്ടും വെൻവു വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു അത്ഭുതമാണ്. അവിടെ വെള്ളത്തിൽ ടാലോ ഗ്രാമത്തിന്റെ മാപ്പ് പ്രത്യക്ഷപ്പെടുകയാണ്. അതിൽ കാണിക്കുന്നത് ടാലോ ഗ്രാമത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നതൊക്കെയാണ്. അപ്പോൾ എന്താണ് വെൻവുവിന്റെ ഉദ്ദേശം? വേറൊന്നുമല്ല, ലിയുടെ ഗ്രാമത്തിൽ ചെന്ന് ഭാര്യയെ രക്ഷിക്കാൻ യുദ്ധം ചെയ്യുക എന്നതാണ്. 3 ദിവസത്തിനുള്ളിലായിട്ട് തന്റെ സൈന്യത്തെ കൂട്ടി വെൻവു അവിടത്തേക്ക് ചെല്ലും. ഇതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇവിടെ കൂട്ടിയത്, അമ്മയെ രക്ഷിക്കാൻ. നിങ്ങൾ 2 പേരും അച്ഛനെ സഹായിക്കണം. അച്ഛാ, അച്ഛൻ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെങ്കിലോ? അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ഷാങ്ചി ചോദിച്ചപ്പോൾ വെൻവു പറയാണ്, ആ ഗ്രാമം ഞാൻ കത്തിച്ച് നശിപ്പിക്കുമെന്ന്. അപ്പോൾ സിയാലിങ്ങും ഷാങ്ചിയും 2 പേരും അച്ഛനെ എതിർക്കുകയാണ്. അതായത് അമ്മയുടെ ഗ്രാമക്കാരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വെൻവു തന്റെ സൈന്യത്തോട് അവരെ 3 പേരും ജയിലിൽ അടക്കാനായി പറഞ്ഞു. രാത്രി സങ്കടത്തോടെ വെൻവു മുറിയിലിരിക്കുമ്പോൾ വെൻവു ലിയുടെ ശബ്ദം കേൾക്കുകയാണ്. സാരമില്ല, എല്ലാം ശരിയാവും. എത്രയും പെട്ടെന്ന് നമ്മൾ വീണ്ടും പണ്ടത്തെ പോലെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കും. ഇവിടെ അവര് 3 പേരും ജയിലിൽ ഒന്നിച്ചാണുള്ളത്. അപ്പോൾ കാറ്റി പറയാണ്, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അച്ഛൻ പറയുന്നതൊക്കെ സത്യമാണ് എന്നാണ്. അല്ലാതെ ആ മിത്തിക്കൽ ഗ്രാമത്തിന്റെ മാപ്പ് ഒക്കെ എങ്ങനെ കൃത്യമായി ഡ്രാഗൺ കാണിച്ചു തന്നു? ഈ സമയം അവര് അതേ ജയിലിലെ മറ്റൊരു മുറിയിൽ നിന്ന് ഒരാളുടെ ശബ്ദം കേട്ടു. അത് ആരാണ് എന്ന് നോക്കാനായി ചെന്നപ്പോൾ അത് ട്രെവർ എന്ന ഒരാളാണ്. അദ്ദേഹത്തെയും വെൻവു ജയിലിൽ അടച്ചതാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു മിത്തിക്കൽ ക്രീച്ചറും ഉണ്ട്. മോറിസ് എന്നാണ് തലയില്ലാത്ത ആ ജീവിയുടെ പേര്. ഇനി മോറിസ് എവിടുന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ വേറെ എവിടുന്നുമല്ല, ടാലോ ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ്. മോറിസ് വിചാരിച്ചാൽ മോറിസിന് അവരെ ടാലോ ഗ്രാമത്തിൽ എത്തിക്കാനേ സാധിക്കും. പക്ഷെ അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. ഈ സമയം ജയിലിലുള്ള അണ്ടർഗ്രൗണ്ട് ടണല് സിയാലിങ് കണ്ടെത്തി. അതുവഴി രക്ഷപ്പെടാൻ അവർ പ്ലാൻ ചെയ്യുകയാണ്. അവിടെ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത റേസർ ഫിസ്റ്റിന്റെ BMW കാർ അവർ മോഷ്ടിച്ചു. എന്നിട്ട് ആ കാറും എടുത്ത് അവർ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഇതൊക്കെ വെൻവു ക്യാമറയിലെ കൂടി കണ്ടിട്ടുണ്ട്. റേസർ ഫിസ്റ്റിനോട് വെൻവു പറയാണ്, എന്റെ ഭാര്യയെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നാൽ അവരും ഇവിടത്തേക്ക് തിരിച്ചെത്തിക്കോളും. അങ്ങനെ അവര് ടാലോ ഗ്രാമത്തിലേക്ക് പോകേണ്ട വഴി കണ്ടെത്തി. പക്ഷെ ആ കാർഡ് ഓപ്പൺ ആവുന്ന ഒരു കൃത്യ സമയമുണ്ട്. ആ സമയത്ത് തന്നെ അവര് പ്രവേശിക്കണം, അല്ലെങ്കിൽ കാർഡ് അവരെ തിന്നുകളയും. അങ്ങനെ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത് മോറിസ് എന്ന മിത്തിക്കൽ ക്രീച്ചർ ആണ്. കാർ ഡ്രൈവ് ചെയ്യുന്നത് കാറ്റിയാണ്. നമ്മൾക്കറിയാം, കാറ്റി
കാറ്റി മികച്ച ഒരു ഡ്രൈവറാണ് എന്ന്. അങ്ങനെ അതിസാഹസികമായിട്ട് തന്നെയാണ് അപകടം പിടിച്ച ആ സിറ്റുവേഷനിലേക്ക് കൂടി കാറ്റി കാർ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി അവർ ടാലോ എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വെച്ച് അവർ കാണുന്നതൊക്കെ അവിശ്വസനീയമായ കാഴ്ചകളാണ്. പല മനോഹരമായ മിത്തിക്കൽ ക്രീച്ചേഴ്സ്, മനോഹരമായ പച്ചപ്പ്, അങ്ങനെ ഒരു അടിപൊളി ഗ്രാമമാണ് ടാലോ. അതേപോലെ മോറിസ് അവിടെ തന്റെ കൂട്ടുകാരെയൊക്കെ കാണുകയും ചെയ്തു. എന്നാൽ ആ ഗ്രാമത്തിലെ ആളുകൾ അവരെ തടഞ്ഞു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഷാങ്ഷിയും സിയാലിങ്ങും ചെന്നിട്ട് പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഗാർഡിയനായ ലീയുടെ മക്കളാണ്. എന്നാൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. ഈ മനുഷ്യർ അപകടകാരികളാണ് എന്ന് കരുതി അവർ ഫൈറ്റ് ചെയ്യാനായി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ യിങ് നാൻ എന്ന സ്ത്രീ വന്ന് അവരോടൊക്കെ ആയുധങ്ങൾ താഴെ വെക്കാനായി പറയുകയാണ്. യിങ് നാൻ വേറെ ആരുമല്ല, ലീയുടെ സ്വന്തം സഹോദരിയാണ്. അതായത് ഷാങ്ഷിയുടെയും സിയാലിങ്ങിന്റെയും ആന്റി. പുള്ളിക്കാരി അവരെ എല്ലാവരെയും അവരുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതേപോലെ അവർ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നും ഷാങ്ഷി പറയുകയാണ്. അതായത് ഞങ്ങളുടെ അച്ഛൻ ഇവിടെ യുദ്ധം ചെയ്യാനായി വരുന്നുണ്ട്, നിങ്ങളോട് ഈ കാര്യം പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ യിങ് നാൻ സീക്രട്ട് ഗേറ്റിനെ കുറിച്ച് പറയുകയാണ്. അതാണ് ഡാർക്ക് ഗേറ്റ്. ആ ഗേറ്റിന്റെ അകത്ത് ശപിക്കപ്പെട്ട ഈവൽ ആയിട്ടുള്ള ജീവികളും ഡ്രാഗണുമാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത്. 1000 വർഷത്തിലധികമായി ഈ ഗ്രാമമാണ് ആ ഗേറ്റിന്റെ കാവൽക്കാർ. ഷാങ്ഷി പറയാണ്, ആ ഗേറ്റ് തുറക്കാനാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ വിശ്വസിക്കുന്നത് നിങ്ങൾ അതിന്റെ അകത്ത് ഞങ്ങളുടെ അമ്മയെ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ 1000 വർഷത്തിൽ ഒരുപാട് പേര് അത് തുറക്കാനായി ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അവരെയൊക്കെ ഞങ്ങൾ പരാജയപ്പെടുത്തി. ശക്തരായ ആളുകളെ കണ്ടെത്തി അവരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് മോൺസ്റ്റർ ഈവിൽസ് അവരെ രക്ഷിക്കാനായി ഇവിടെ എത്തിക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ അച്ഛനും സംഭവിച്ചത്. നിങ്ങളുടെ അമ്മയുടെ ശബ്ദത്തിൽ അച്ഛനോട് സംസാരിക്കുന്നത് ഗേറ്റിന്റെ അകത്തുള്ള മോൺസ്റ്റേഴ്സും ഈവിൽസുമാണ്. എന്തായാലും യുദ്ധത്തിനായി നമ്മൾ തയ്യാറെടുക്കണം. കാരണം നിങ്ങളുടെ അച്ഛന്റെ കയ്യിലുള്ള 10 റിങ്സിന് ആ ഗേറ്റ് തുറക്കാനുള്ള ശക്തിയുണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ ട്രെയിനിങ് ഒക്കെ കണ്ട് അത്ഭുതപ്പെട്ട കാറ്റിക്കും അതൊക്കെ പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടെയുള്ള ആൾക്കാർ കാറ്റിയെ കൂടി പരിശീലിപ്പിക്കുന്നുണ്ട്. അതേപോലെ യിങ് നാനും ഷാങ്ഷിക്കും സിയാലിങ്ങിനും ഒരു സമ്മാനം നൽകി. അത് അവരുടെ സ്യൂട്ടാണ്. നിങ്ങൾ ഈ ഗ്രാമത്തിലെ അതിഥികളല്ല, ഇത് നിങ്ങളുടെ സ്വന്തം ഗ്രാമമാണ് എന്ന് യിങ് നാൻ അവരോട് പറയുകയാണ്. ഇവിടെ പെൺകുട്ടികൾ പരിശീലിക്കുന്നത് ദൂരെ നിന്ന് സിയാലിങ് നോക്കുമ്പോൾ യിങ് നാൻ വന്നിട്ട് പറയാണ്, നീ ഇപ്പോൾ നിന്റെ അച്ഛന്റെ സ്ഥലത്തല്ല, ഇവിടെ നിനക്ക് ധൈര്യമായിട്ട് എല്ലാവരുടെയും കൂടെ ട്രെയിൻ ചെയ്യാം. അങ്ങനെ അവിടെ വെച്ച് സിയാലിങ് തന്റെ ട്രെയിനിങ് ആരംഭിച്ചു. അന്ന് രാത്രി ഷാങ്ഷി സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഷാങ്ഷി ഇപ്പോൾ ആലോചിക്കുന്നത് അമ്മ മരണപ്പെട്ട ആ ദിവസത്തെ കുറിച്ചാണ്. അപ്പോൾ അമ്മയുടെ മരണം സാധാരണ മരണമല്ല, കൊലപാതകമാണ്. വെൻവുവിന്റെ ശത്രുക്കൾ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയാണ്. അപ്പോൾ അമ്മ ഷാങ്ഷിയോടും സിയാലിങ്ങിനോടും അകത്തേക്ക് പോകാനായി പറഞ്ഞു. ശേഷം അവിടെ വന്ന് സകല ഗുണ്ടകളുടെ കൂടെയും പുള്ളിക്കാരി തനിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ അവസാനം ലീ കൊല്ലപ്പെട്ടു. വെൻവു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് തന്റെ ഭാര്യ കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ തന്റെ ഭാര്യയെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനായി വർഷങ്ങളോളം പൂട്ടിവെച്ച 10 റിങ്സ് വെൻവു വീണ്ടും തുറക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും രണ്ടാമത് 10 റിങ്സ് അണിഞ്ഞത്. ഷാങ്ഷിയെ കൂട്ടി തന്റെ ഭാര്യയെ കൊന്ന ആൾക്കാരുടെ സ്ഥലത്തേക്ക് വെൻവു ചെല്ലുകയും ശേഷം അവരെയൊക്കെ ക്രൂരമായി കൊന്നുകളയുകയും ചെയ്തു. സോ ഇന്നാണ് യുദ്ധം നടക്കാനായി പോകുന്ന ദിവസം. അതായത് തന്റെ സൈന്യവുമായി വെൻവു ടാലു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വെൻവു തന്റെ 2 മക്കളോട് പറയാണ്, നിങ്ങളുടെ സ്വന്തം അമ്മയെ അടച്ചു പൂട്ടിയവരാണ് ഇവര്, ഇവരുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കുകയാണോ? അപ്പോൾ യിങ് നാൻ പറയാണ്, നിങ്ങളെ എവിൽസും മോൺസ്റ്റേഴ്സും മാനിപ്പുലേറ്റ് ചെയ്തതാണ്. നിങ്ങളോട് സംസാരിക്കുന്നത് അവരാണ്, അല്ലാതെ എന്റെ സഹോദരിയല്ല. എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ വെൻവു തയ്യാറല്ല. തന്റെ വഴി തടയുന്നവരൊക്കെ അറ്റാക്ക് ചെയ്യാനായി തന്റെ സൈന്യത്തോട് വെൻവു പറയുകയാണ്. അങ്ങനെ വെൻവുവിന്റെ സൈന്യവും ഗ്രാമത്തിലെ ജനങ്ങളും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. ഡാർക്ക് ഗേറ്റ് തുറക്കാനായി പോകുന്ന വെൻവുവിനെ ഷാങ്ഷി തടയാനായി പോവുകയാണ്. അവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്തു. എന്നാൽ അവസാനം വെൻവു ഷാങ്ഷിയെ പരാജയപ്പെടുത്തുകയും ഷാങ്ഷി ബോധമില്ലാതെ അവിടെയുള്ള വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. വെൻവു ഡാർക്ക് ഗേറ്റിന്റെ അടുത്തെത്തി. എന്നിട്ട് അത് തകർക്കാനായി ശ്രമിക്കുകയാണ്. അപ്പോൾ അതിലെ ഓരോ ഹോൾസിലെ കൂടിയും എവിൽ ക്രീച്ചേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഗ്രാമത്തിലെ ആളുകളെല്ലാം ഷോക്കായി. കാരണം അവര് വലിയ അപകടത്തിലാണ് എന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. വെൻവുവിന്റെ സൈന്യത്തോട് അവര് പറയാണ്, നമ്മൾ തമ്മിൽ തല്ലിയിട്ട് കാര്യമില്ല, ഇനി നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ആദ്യം സൈന്യം അത് കാര്യമാക്കി എടുത്തിട്ടില്ല. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഈ എവിൽ ക്രീച്ചേഴ്സിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന്. അങ്ങനെ അവരെല്ലാവരും തമ്മിൽ തല്ലുന്നത് അവസാനിപ്പിച്ച് ഒറ്റ ടീം ആവുകയാണ്. ഇവിടെ ഒരുപാട് എവിൽ ക്രീച്ചേഴ്സ് അവരുടെ നേർക്ക് അറ്റാക്ക് ചെയ്യാനായി വരുന്നുണ്ട്. ഈ സമയം വെള്ളത്തിലെ ഷാങ്ഷിക്ക് ബോധം വന്നു. അതേപോലെ ആ വെള്ളത്തിന്റെ ആഴത്തിലായിട്ട് ആ ഗ്രാമത്തിലെ കാവൽക്കാരനായി നിൽക്കുന്ന ഡ്രാഗൺ ഷാങ്ഷിയെ രക്ഷിച്ചു. പിന്നീട് ആ ഡ്രാഗണിന്റെ സഹായത്തിൽ അവിടെ അവർക്ക് നേരെ വരുന്ന എവിൽ ക്രീച്ചേഴ്സിനൊക്കെ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. അത് കണ്ടപ്പോൾ ജനങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. ആൻഡ് ഷാങ്ഷി ഗേറ്റ് മുഴുവനായും തകർക്കാൻ ശ്രമിക്കുന്ന തന്റെ അച്ഛനെ തടയുകയാണ്. വീണ്ടും അവർ ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്റെ സ്വന്തം അച്ഛനെ കൊല്ലാനുള്ള അവസരം ഷാങ്ഷിക്ക് ലഭിച്ചു
ആക്രമിച്ചെങ്കിലും ഷാങ്ചി അച്ഛനെ കൊന്നിട്ടില്ല. അച്ഛാ പ്ലീസ് മനസ്സിലാക്ക്, അമ്മയല്ല ഈ ഗേറ്റിന്റെ അകത്തുള്ളത്, എവിൽ മോൺസ്റ്റർ ആണ്. അപ്പോൾ ആ സമയം ആ ഗേറ്റ് മുഴുവനായും തകർന്ന് ആ അപകടകാരിയായ മോൺസ്റ്റർ ഡ്രാഗൺ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വെൻവുക്ക് മനസ്സിലായി തന്റെ ഭാഗത്താണ് തെറ്റെന്ന്. മോൺസ്റ്റർ ഡ്രാഗണ് ഷാങ്ചിയെ അറ്റാക്ക് ചെയ്യാനായി വന്നപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് വെൻവു തന്റെ മകനെ രക്ഷിക്കുകയാണ്. മോൺസ്റ്റർ വെൻവുവിനെ പിടികൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിലുള്ള 10 റിങ്സ് തന്റെ മകന് നൽകുകയാണ്. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ മരണപ്പെട്ടു. ഇത് കണ്ട ഷാങ്ചി സങ്കടത്തിലായി. അങ്ങനെ ഫൈനലി തന്റെ അച്ഛനെ കൊന്ന മോൺസ്റ്ററുമായി ഷാങ്ചി ഫൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർക്ക് ഭീഷണിയായി വന്ന മോൺസ്റ്ററിനെ പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ വീണ്ടും അവരുടെ ഗ്രാമം പഴയതുപോലെ സമാധാനത്തിലായി. എന്നാൽ ആ യുദ്ധത്തിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ ഓർമ്മക്കായി അവരെ ചടങ്ങുകൾ ചെയ്തു. ഇനി അവസാനത്തെ ചോദ്യം, വെൻവുവിന്റെ സൈന്യമൊക്കെ ഇപ്പോൾ എവിടെ? അവരൊന്നും എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. അവരെയൊക്കെ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നത് സിയാലിംഗ് ആണ്. എന്നാൽ അതിൽ വലിയ ഒരു മാറ്റം കൂടി പുള്ളിക്കാരി കൊണ്ടുവന്നു. സ്ത്രീകളെ കൂടി സിയാലിംഗ് സൈന്യത്തിൽ ചേർക്കുകയാണ്. അവരെയും ഒരേപോലെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ വീഡിയോ കൂടി ക്ലിക്ക് ചെയ്ത് കാണും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.